വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പൊ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 1996 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The power of the Supreme Court of India to decide disputes between center and states falls under. നമുക്കറിയാം, സെന്ററും സ്റ്റേറ്റും കേന്ദ്ര ഗവൺമെന്റും ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ വഴക്കുകൾ തീർക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ്. രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിലും അധികാരം ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ്. അപ്പൊ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട്, അതിനുള്ള അധികാരം, ആ ഡിസ്പ്യൂട്ട് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. അത് ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷനകത്താണ് വരുന്നത്. ഇന്നലെ നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, നിർദ്ദേശക അധികാര പരിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ എന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ജൂറിസ്ഡിക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയുടെ പവർ വരുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനകത്താണ്. ഓക്കെ. When the Chief Justice of a High Court acts in an administrative capacity, he is subject to. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ഒരു ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ്, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഭരണപരമായ ശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് വിധേയമാണ്. എന്താണ്? ഭരണപരമായ ശേഷിയിൽ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയോട് കൂടി അദ്ദേഹം അവിടെ ഇത് ചെയ്യുമ്പോൾ, അവിടെ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് വിധേയമാണ്. എന്താണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്പെഷ്യൽ കൺട്രോൾ എക്സൈസ്ഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതായത് ചീഫ് ജസ്റ്റിസ് ഒരു സ്പെഷ്യൽ കൺട്രോൾ അവിടെ എക്സൈസ് ചെയ്യുന്നുണ്ട്, ഒരു നിയന്ത്രണം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് which one of the following is part of the electoral college for the election of the president? പ്രസിഡന്റിന്റെ എലക്ഷൻ ആ ഇലക്ടറൽ കോളേജിൽ അവർ ഭാഗമാണ്. But does not form part of the forum of his impeachment. വിചാരണയുടെ, കുറ്റവിചാരണയിലേക്ക് വരുമ്പോൾ ഭാഗമല്ല. ആരാണ്? നമുക്കറിയാം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. നമ്മൾ പഠിച്ചതാണ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എലക്റ്റഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അവിടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇംപീച്ച്മെന്റിന് ഫോറം വരുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അവിടെ ഇൻക്ലൂഡഡ് അല്ല. വാട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ദ പഞ്ചായത്ത് രാജ് സെറ്റപ്പ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് അറിയാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3-tier structure of local self-government at the village, block and district level. അടുത്തത്, consider the following statements. No one can be compelled to sing the national anthem. നമുക്കറിയാം, ആരെയും നിർബന്ധിച്ച് ഒരിക്കലും നാഷണൽ ആന്തം സിംഗ് ചെയ്യാൻ, പാടാൻ ഇതാവുന്നില്ല. സിൻസ് എന്നോട്ട് ഇറ്റ് വിൽ ബി വയലേറ്റീവ് ഓഫ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിന്റെ വയലേഷൻ വരും. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസെൻസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, അതിന്റെ വയലേഷൻ വരും. പിന്നെ there is no legal provision obligating anyone to sing the national anthem. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എല്ലാം കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 എല്ലാം കറക്റ്റ് ആണ്. Which one of the following statements is correct? The Prime Minister of India. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഇതായിട്ട് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് കറക്റ്റ്? ഇതാണ്. has full discretion in the choice of persons who are to serve as the ministers in his cabinet. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ആരൊക്കെ എന്താണെന്നുള്ള ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു ഡിസ്ക്രിഷൻ അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഈസ് ഫ്രീ ടു ചൂസ് ഹിസ് മിനിസ്റ്റേഴ്സ് ഓൺലി ഫ്രം എമോങ് ദോസ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അങ്ങനെയുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിഷൻ അവിടെ ഉണ്ട്. ആ ഡിസ്ക്രിഷൻ, ഫുൾ ഓഫ് ഡിസ്ക്രിഷൻ ഇൻ ദ ചോയ്സ് ഓഫ് പേഴ്സൺസ്, അദ്ദേഹത്തിന് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഡിസ്ക്രിഷൻ അവിടെ ഉണ്ട്. അടുത്തത്, ഡോക്ടർ BR അംബേദ്കർ വാസ് സെലക്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം. എവിടെ നിന്നാണ് അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ബോംബെ പ്രസിഡൻസി ആട്ടോ. നോട്ട് ചെയ്യുക, ബോംബെ പ്രസിഡൻസി ആണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. The word minority is not defined in the Constitution of India. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മൈനോറിറ്റി, ന്യൂനപക്ഷം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല.
ദ മൈനോറിറ്റീസ് കമ്മീഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. പക്ഷെ ആർ ഈസ് നോട്ട് എ കറക്റ്റ്. അത് ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മൈനോറിറ്റി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണം മൈനോറിറ്റീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് കൊണ്ടാണ്. ഒരു കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ല അത് കൊടുക്കുന്നത്. പക്ഷെ മൈനോറിറ്റീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല. മൈനോറിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉപയോഗിച്ചിട്ടുമില്ല. അത് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്യേണ്ടത്. കണ്ടോ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വരത്തില്ല. പിന്നെ നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ഇതെന്ന് പറഞ്ഞ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ കീഴിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 1996 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.